ഹായ് നമസ്കാരം. ഇപ്പോഴേ ശകലം ചക്ക വറക്കുന്നതിൻ്റെ ഒരു പണിയില്ല കേട്ടോ. അപ്പം നിങ്ങൾ ഓർക്കുമായിരിക്കും എപ്പോഴും ഈ ചക്ക വറക്കൻ ചക്ക മാങ്ങ ഇതിൻ്റെ പരിപാടി മാത്രമേ ഉള്ളൂ എന്ന്. മഴ കണ്ടിന്യൂസ് ആയിട്ട് പെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ചക്ക വറക്കാൻ കൊള്ളത്തില്ല. കാരണം വെള്ളം പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ചക്ക വറുത്ത് കഴിഞ്ഞാൽ അത് ക്രിസ്പി ആയിട്ട് കിട്ടത്തില്ല. അപ്പം ഞാൻ ഇന്നിപ്പോൾ ഈ വീഡിയോ ചെയ്യാനൊരു കാരണം കൂടിയുണ്ടേ. കഴിഞ്ഞ ദിവസം ഞാൻ ചക്ക വറക്കുന്നതിൻ്റെ വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോഴേ ഒരാൾ എന്നോട് ചോദിച്ചു, ടീച്ചർ ചക്ക വറുത്തിട്ട് നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കുന്നുണ്ടല്ലോ, ഞാൻ ചക്ക വറക്കുമ്പോൾ അങ്ങനെ ക്രിസ്പി ആയിട്ട് വരുന്നില്ല, അപ്പോൾ എനിക്ക് എങ്ങനെയാണെന്നൊന്ന് പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് തോന്നുന്നതേ ഈ വരിക്കച്ചക്ക വറുത്താലാണ് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുക. കൂഴച്ചക്ക വറുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്ര നല്ല രീതിയിൽ ക്രിസ്പി ആയിട്ട് കിട്ടും എന്നെനിക്ക് എന്താ പറയുന്നത്, ഇങ്ങനെ ഈ നല്ലവണ്ണം ഒരു കുഴഞ്ഞ പരുവത്തിൽ ആ കൂഴയുടെ ആ ഒരു സ്വഭാവം ചക്ക വറക്കുന്നതിനകത്തിലും കാണിക്കും, കുഴഞ്ഞിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ ഒരു കണ്ടുപിടുത്തമാണ് കേട്ടോ. അത് കറക്റ്റ് ആകണമെന്ന് എനിക്ക് അറിയത്തില്ല. എങ്കിലും ഞാനൊരു മനസ്സിലാക്കിയ ഒരു കാര്യമാണ്, വറക്കാനായിട്ട് ഏറ്റവും നല്ലത് വരിക്കച്ചക്കയാണ് വറക്കാൻ നല്ലത്. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഒരുപാട് കട്ടിയുള്ള ചുള, ഇപ്പോൾ വരിക്കച്ചക്കയുടെ ആണെങ്കിലും ഒത്തിരി കട്ടിയുള്ള ചുളയാണെങ്കിൽ അത് വറുത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് ക്രിസ്പി ആയിട്ട് കിട്ടില്ല, അത് ഈ കുഴഞ്ഞ പരുവത്തിൽ ഇരിക്കും. അപ്പം അതുകൊണ്ട് അല്പം കനം കുറഞ്ഞ ചക്കച്ചുളയായിരിക്കും വറക്കാനായിട്ട്. കൂഴയുടെ ആണെങ്കിലും എനിക്ക് തോന്നുന്നു കൂഴയുടെ ഞാൻ വറുത്തിട്ട് ശരിയായിട്ടില്ല കേട്ടോ. വരിക്കച്ചക്ക തന്നെയാണ് വറക്കാനായിട്ട് നല്ലത്. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ചക്ക വറക്കാനായിട്ട്. ഹൈ ഫ്ലെയിമിലോ ലോ ഫ്ലെയിമിലോ ആകാൻ പാടില്ല. ഹൈ ഫ്ലെയിമിലിട്ടാണ് ചക്ക വറക്കുന്നതെങ്കിൽ അകവശം നന്നായിട്ട് ക്രിസ്പി ആകാതെ അതുകൊണ്ട് അത് വേഗം അങ്ങ് കരിഞ്ഞു പോകും. അതുപോലെ തന്നെ ലോ ഫ്ലെയിമിലാണെങ്കിൽ എണ്ണ കുടിക്കാനായിട്ട് സാധ്യതയുണ്ട്. അപ്പം എണ്ണ ഇങ്ങനെ പിടിച്ച് ഇരിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ചക്ക വറക്കുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വറക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ചക്ക നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുന്നതിൻ്റെ ഒരു കാര്യമായിട്ട് തോന്നിയിട്ടുള്ളത്. ഞാൻ ഒത്തിരി കട്ടിയുള്ള ചുള വറക്കാറില്ല, കൂഴച്ചക്കയുടെ ചക്ക വറക്കാനായിട്ട് എടുക്കാറില്ല. അതുപോലെ തന്നെ ഒത്തിരി ഹൈ ഫ്ലെയിമിലിട്ട് അതുപോലെ തന്നെ ലോ ഫ്ലെയിമിലോ ഇട്ട് വറക്കാറില്ല, ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം വറക്കാനായിട്ട്. പിന്നെ വേറൊരു കാര്യം, ഉപ്പ് ചേർക്കുന്നതിൻ്റെ ഒരു കാര്യമുണ്ട് കേട്ടോ. ചിലരൊക്കെ ചക്ക വറുത്ത് കോരിക്കഴിഞ്ഞതിന് ശേഷം ഉപ്പ് ചേർക്കും. ഞാൻ പക്ഷേ ചക്ക ഒരു പകുതി കൂടുതൽ മൂപ്പായി കഴിയുമ്പോൾ ആ എണ്ണയ്ക്കകത്തിലേക്ക് തന്നെ ഉപ്പുനീര് ഒഴിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് നല്ലവണ്ണം ഉപ്പ് നന്നായിട്ട് ചക്കയിൽ പിടിച്ച് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചക്ക വറുത്തത് കിട്ടാനായിട്ട് ഉള്ള ഒരു മാർഗമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇപ്പോഴേ ചക്ക ഒരു പകുതിയിലധികം മൂപ്പായിട്ടുണ്ട്. ഞാനൊരു 10 മിനിറ്റോളം കുറേശ്ശെയാണ് വറക്കുന്നത്. ഒത്തിരി എണ്ണ വെറുതെ വേസ്റ്റ് ആക്കണ്ടല്ലോ, അതുകൊണ്ട് 2 പ്രാവശ്യമായിട്ട് വറക്കാൻ മാത്രം കുറേശ്ശെ ആയിട്ടാണ് വറക്കുന്നത്. ഇനിയിപ്പം നമുക്ക് ഇതിനകത്തിലേക്ക് ഉപ്പ് നീര് ഒഴിച്ചു കൊടുക്കാവേ. എത്ര ഒഴിച്ചാൽ മതി. ആദ്യം ഇട്ടത് കോരാറായി കേട്ടോ. എനിക്ക് തോന്നുന്നു ഒരു 15-20 മിനിറ്റ് നേരമേ ഇത് മൂക്കാനായിട്ട് എടുത്തുള്ളൂ. അപ്പോൾ ആദ്യത്തെ ട്രിപ്പ് ഞാൻ കോരിയിട്ടുണ്ട്. ഇത് കണ്ട, ഇതുമാതിരിയുള്ള കണ്ടോ ക്രിസ്പി ആയിട്ടുള്ള ചക്ക വറുത്തത് കിട്ടും. ഞാൻ ഇന്ന് കഴിച്ച് കാണിക്കാവേ. ശബ്ദം കേൾക്കുന്നില്ലേ? ഓക്കെ, അപ്പം നമുക്ക് വീണ്ടും കാണാം കേട്ടോ. ഓക്കെ, സീ യു.